നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടെയെങ്കിലും പോയൊരു കൂറ സാരി വാങ്ങിക്കൊണ്ട് വരും. 15,000 രൂപയുടെ സാരിയാണോ നീ കൂറ സാരി എന്ന് പറയുന്നത്? ഓ പിന്നെ 15,000 രൂപ. നല്ല പട്ടുസാരി വേണമെങ്കിൽ ഇപ്പൊ ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കണം. അതെങ്ങനെയാ? അങ്ങനെയൊക്കെ ഗിഫ്റ്റ് വേണമെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കിട്ടണം. അത് വേണമെങ്കിൽ ഇനി ആയാലും നിനക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ എനിക്കത് നോക്കേണ്ടി വരും. അയ്യോ, വെറുതെ നീ എന്നെ ആശിപ്പിക്കല്ലേ. അയ്യടാ, അത് പറഞ്ഞപ്പോ ഒരു സന്തോഷം കണ്ടില്ലേ? അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് സുഖിക്കണ്ട. ചത്താലും നിങ്ങളെയും കൊണ്ടേ ഞാൻ പോവും. അല്ലെങ്കിലും ചില പ്രേതബാധ ഉണ്ടായാൽ അത് ജീവിതകാലത്ത് പോകത്തില്ല. പ്രേതം നിങ്ങളുടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കല്യാണത്തിന് പോകാൻ എനിക്കൊരു പുതിയ നെക്ലസ് വാങ്ങിത്തരാൻ പറ്റുമോ ഇല്ലയോ? പുതിയ നെക്ലസോ? എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അണിഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആഭരണത്തിലല്ല പെണ്ണിന്റെ മഹത്വം ഇരിക്കുന്നത്, അവളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമാണ്. അങ്ങനെ നോക്കിയാൽ പൊന്നും കൊടുത്തിന് എന്തിനാടി പോട്ട്? എടി, നിന്നെക്കാൾ സുന്ദരിയായി അവിടെ ആരും വരാൻ പോകുന്നില്ല. സത്യമാണോ ഇത് ചേട്ടാ? നിങ്ങളിത് നെഞ്ചിത്തട്ടി തന്നെ പറഞ്ഞാണോ? പിന്നല്ലാതെ. എടി, ഞാൻ നിന്നെ കളിയാക്കുമെങ്കിലും നീ ഒന്ന് അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയാൽ അത് കാണാൻ ഒരഴക് തന്നെയാ. നെക്ലസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഇല്ലെങ്കിൽ 2 ലക്ഷം ഇപ്പൊ പോവും. ഓ, നിങ്ങൾ എന്നെ സുഖിപ്പിച്ചതല്ലോ അല്ലേ? ഞാൻ എന്തിനാ നിന്നെ പുകഴ്ത്തുന്നത്? എന്റെ ഭാര്യ സുന്ദരിയാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമല്ലേ ഉള്ളൂ. എടി, ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞ് ഫംഗ്ഷന് ചെല്ലുന്നതല്ല ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ എല്ലാവർക്കും മുമ്പിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു പട്ടുസാരി, നല്ല സ്റ്റൈല് മേക്കപ്പ്, ഒരു കമ്മൽ, 3-4 വളകൾ, ഒരു നെക്ലസ്, അത്രേ പാടുള്ളൂ. അതിനേക്കാൾ കൂടിയാൽ ആളുകൾ പരിഹസിക്കും. അതുമാത്രമല്ല, പഴയ ആഭരണങ്ങൾക്കായി ഇപ്പോ മാർക്കറ്റ്. ആണോ? പിന്നല്ലാതെ. എന്നാ പിന്നെ എനിക്ക് പുതിയ നെക്ലസ് വേണ്ട. ഞാൻ എന്റെ പഴയതൊക്കെ തന്നെ ഇട്ടോളാം. ഓ, രക്ഷപ്പെട്ടു. ഭാര്യയെ പുകഴ്ത്താൻ പഠിക്കാത്ത ഭർത്താക്കന്മാർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എന്നാ നിങ്ങളും കൂടി റെഡിയാവും, നമുക്ക് ഒരുമിച്ച് പോവാം. നീ റെഡിയാവ്, അപ്പോഴേക്കും ഞാൻ വരാം. ഇവളിത്രയും മണ്ടിയായത് എന്റെ ഭാഗ്യം. അമ്മ, എന്താ അമ്മ ഒന്നിങ്ങ് വന്നേ. അമ്മേ, അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? അമ്മ ഒന്നിങ്ങ് വാ. അമ്മേ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇങ്ങോട്ട് വാ അമ്മ. എന്തിനാടി പെണ്ണെ ഇങ്ങനെ വിളിക്കുന്നേ? എന്റെ നല്ല ഡ്രസ് ഒന്നും കാണാനില്ലമ്മേ. വാഷ് ചെയ്ത കുറച്ച് ഡ്രസ്സേ അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ വാഷ് ചെയ്യാനും കൊടുത്തു. അമ്മേ, എനിക്കൊരു ഫംഗ്ഷന് പോണം. അതിനെന്താ? എടുക്കാത്ത കുറെ ഏറെ ഡ്രസ്സ് അലമാരയിൽ ഇരിക്കുന്നില്ലേ? അതിലെ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടോണ്ട് പോ. അതൊന്നും എനിക്ക് വേണ്ട. അതൊക്കെ യൂസ് ചെയ്ത് മാറ്റി വെച്ചേക്കുക. എന്നാ നീ ഒരു കാര്യം ചെയ്, ആ സെറ്റ് സാരിയില്ലേ അത് ഉടുത്തോണ്ട് പോ. ഫംഗ്ഷന് നന്നായിരിക്കും. പിന്നെ നീ താഴേക്ക് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. അയ്യോ എടി, ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങണം, അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കണം. ഇവിടൊന്നും ഉണ്ടാക്കിയില്ലേ? അതെന്തു പറ്റി? ഓ, എനിക്കൊന്നും അറിയില്ല. ആ ദർശനം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെന്താ? അതിന്റെ കാരണമൊക്കെ നീ വഴിയേ അറിയും. നീ ഒരു കാര്യം ചെയ്, പുറത്തു പോകുമ്പോ എന്തേലും കഴിക്കും. എന്നിട്ട് എനിക്കൊരു മസാല ദോശയും ഓർഡർ ചെയ്യും. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലില്ലാതെ പുറത്തു പോകാൻ പറ്റും. ഇതെന്തു പറ്റി? ചില സമയത്തെ എന്റെ അമ്മ സൂപ്പറാ. എന്താ, പുറത്തു പോയി ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞോണ്ടാണോ? അതൊക്കെ അമ്മയ്ക്ക് വഴിയെ മനസ്സിലാവും. എന്തൊക്കെന്തായാലും വേണ്ടില്ല. നീ പുറത്തു പോയിട്ട് വേഗം വരാൻ നോക്ക്. പുറത്തു പോകാം, പക്ഷേ തിരിച്ചു വരവൊന്നും
പെട്ടെന്ന് നടക്കില്ല. അമ്മയ്ക്ക് മസാല ദോശ കിട്ടാനും പോകുന്നില്ല. മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞ ഒരാളെ അമ്മയുടെ മകൾ ഇന്ന് മാല ചാർത്തുകയാണ്. സമയമാകുമ്പോൾ ഞാനത് നിങ്ങളോട് പറയും. ആ സമയത്ത് രണ്ടാമതൊന്നുകൂടി നിങ്ങളുടെ മുന്നിൽ വെച്ച് താലി കെട്ടാം. നിന്ന് ആലോചിക്കാതെ വേഗം പോയിട്ട് വാ പെണ്ണെ. ആ ശരി, ഇപ്പൊ പോ. ശ്ശോ. ഇരിക്കു ദർശനെ. എന്താ ഡോക്ടർ, എനിക്ക് എന്താ പറ്റിയേ? ദർശന സമയത്ത് ഭക്ഷണം കഴിക്കാറില്ലേ? കഴിക്കാറുണ്ട്. ദൈവത്തോടും ഡോക്ടറോടും കള്ളം പറയരുതെന്നാ പ്രമാണം. ദർശനയുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം ദർശന കഴിക്കുന്നില്ല. അതിന്റെ ക്ഷീണം മുഖത്തും ശരീരത്തും എല്ലാം അറിയാനുണ്ട്. ഈയിടെയായിട്ട് ഒട്ടും വിശപ്പ് തോന്നാറില്ല ഡോക്ടർ. ഹൈപ്പർ ടെൻഷനാ ഇതിനെല്ലാം കാരണം. മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ദർശനയുടെ ഉള്ളിൽ കിടന്ന് ദർശനെ അലട്ടുന്നുണ്ടല്ലേ? കുട്ടികളുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഭയം, അതുകൊണ്ടുള്ള ടെൻഷൻ, അതൊക്കെയാ ഈ തലവേദനയ്ക്ക് ക്ഷീണത്തിനും പ്രധാന കാരണം. സാധാരണ സ്ത്രീകൾക്ക് വരാറുള്ള പ്രോബ്ലംസ് മാത്രമേ ദർശനയ്ക്കുള്ളൂ. അത് ചികിത്സിച്ചാൽ മാറുകയും ചെയ്യും. ഡോക്ടർ, എന്റെ യൂട്രസിന്റെ പ്രോബ്ലം. എല്ലാ സ്ത്രീകൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ മാർഗങ്ങളും ഉണ്ട്. വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാരണം തന്റെ ശരീരത്തിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല ഡോക്ടർ. അന്നത്തെ ടെസ്റ്റ് റിസൾട്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് ദർശന തെറ്റായിട്ടാണ് ധരിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രൂപേഷേട്ടനെ ഡിവേഴ്സ് ചെയ്ത് പോകുന്നത് തന്നെയാ നല്ലത്. താൻ എന്ത് മണ്ടത്ര ദർശനീ പറയുന്നേ? ലോകത്ത് കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട്. അവരെല്ലാം ഡിവോഴ്സ് ചെയ്ത് പോവുകയാണോ ചെയ്യുന്നത്? ഒരു കുട്ടിയെ സ്വീകരിക്കാൻ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആദ്യം തന്റെ ഈ ടെൻഷൻ മാറ്റ്. അല്ലാതെ ഈ പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റില്ല. ഒന്ന് ഞാൻ പറയാം, ദർശന വിചാരിച്ചാൽ മാത്രമേ ദർശനയുടെ അസുഖം മാറ്റാൻ പറ്റൂ. ഡോക്ടർ പറയൂ, ഞാൻ അതുപോലെ ചെയ്യാം. മറ്റൊന്നും വേണ്ട, ഞാൻ തരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. പ്രഗ്നന്റ് ആവോ ഇല്ലയോ എന്നൊന്നും അനാവശ്യമായി ചിന്തിച്ച് ടെൻഷൻ അടിക്കാൻ പാടില്ല. രൂപേഷേട്ടന്റെ ആഗ്രഹം ഡോക്ടർക്ക് അറിയാലോ. ആ വീടിന് ഒരു അനന്തരാവകാശിയെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മരുമകളായി ഞാൻ അവിടെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? എല്ലാം ഉപേക്ഷിച്ചു പോകുന്നതല്ലേ നല്ലത്? ഈ ചിന്തയെ ആദ്യം കളയേണ്ടത്. അതല്ല ഡോക്ടർ, പ്രസവത്തിൽ ഞാൻ മരിച്ചുപോയാലും രൂപേഷേട്ടന് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിഞ്ഞ അവര് എന്റെ അനിയത്തി നോയിക്കോളും. ദർശന എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? ഒരാൾ എപ്പം മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാരുമല്ല, അത് ദൈവമാണ്. ഡോക്ടർമാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പല അത്ഭുതങ്ങളും ഞങ്ങളുടെ കൺമുന്നിൽ നടന്നിട്ടുണ്ട്. ഇപ്പം മരിക്കുമെന്ന് വിചാരിച്ചവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല എന്ന് കരുതിയവർ സുഖപ്രസവത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. അത്തരം മിറാക്കിൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. മരിക്കാൻ എനിക്ക് പേടിയില്ല ഡോക്ടർ. പക്ഷെ എനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. എടോ, മെഡിക്കൽ സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയ കാലത്താ നമ്മൾ ജീവിക്കുന്നത്. തന്റെ കാര്യത്തിൽ ചില കുഴപ്പങ്ങളുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ തനിക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്നൊന്നും അതിനർത്ഥമില്ല. കുറച്ചു ദിവസം താനീ മരുന്ന് കഴിക്ക്. ആദ്യം തന്റെ ടെൻഷനൊന്ന് മാറട്ടെ. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അഡ്വാൻസ്ഡ് മെഡിക്കൽ സയൻസും ഒരു ടീം ഡോക്ടർമാരും തന്റെ കൂടെയുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. അപ്പോ എനിക്ക് പ്രസവിക്കാൻ കഴിയുമോ? തന്നെ പോലെ ഭർത്താവിനെയും അമ്മായിയമ്മയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല.